അടിപൊളി ഫിഷ് മോളിയാണല്ലേ? അതെ അതെ, ഫിഷ് മോളിയാണ്. ഏതാ മീനേതാ? മീൻ മോതയാണ്. മോത. നെയ്മീൻ എനിക്ക് കിട്ടിയില്ല. അത് കാരണം മോത വാങ്ങി. ശരിക്കും ഫിഷ് മോളിയൊക്കെ വെക്കാൻ നെയ്മീന്, മോത അങ്ങനെയുള്ള വലിയ മീനുകൾ മാത്രമേ പറ്റുള്ളൂ. അതെ. അപ്പൊ ഇന്ന് മോത കൊണ്ട് നമ്മൾ അമ്മച്ചി നല്ലൊരു ഫിഷ് മോളിയാണ് വെക്കുന്നത്. അതെ. അപ്പോൾ അമ്മച്ചി ഇതെല്ലാം എങ്ങനെയാന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഇതെല്ലാം ചെയ്യുക. ഞാൻ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പുറത്ത് മാറിയിരിക്കാം. കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇത് കഴിക്കാൻ വേണ്ടി വരാം അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. ഉഷാറൊക്കെ അല്ലേ? ഓക്കെ. നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കുന്നതിനായിട്ട് ആഗോലി, കരിമീൻ, നെയ്മീൻ ഇതിലേത് വേണേലും ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതനുസരിച്ചല്ലേ പറ്റുള്ളൂ. ഈ മീൻ നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ഒരു 1/2 സ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ടേബിൾ സ്പൂൺ, പിന്നെ ഇത് കുഴയ്ക്കുവാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന കുരുമുളക് പൊടി, ഉപ്പ്, നാരങ്ങ നീര്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമുക്ക് 1/2 മണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇത് 1/2 മണിക്കൂർ വയ്ക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ഉപ്പും മുളകും എല്ലാം നമുക്ക് നല്ലതുപോലെ പിടിച്ചിരിക്കും. ഇനി നമുക്കിത് ഒരു 1/2 മണിക്കൂർ വയ്ക്കാം. ഇപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ ഈ സാധനങ്ങളെല്ലാം പുരട്ടി വെച്ചിട്ട് നമുക്കിനി ഇത് വറക്കാം. ഒന്ന് വറക്കുക എന്ന് പറഞ്ഞാൽ നല്ല ശരിക്കും വറക്കണ്ടാണ്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതൊരു വിധം ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് മറിച്ചിടാം. ഒരു 3 മിനിറ്റ്. ഇനി നമുക്കിതിൻ്റെ ഒരു മറുവശം കൂടി ഇതേമാതിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മീൻ കഷണങ്ങൾ എടുക്കാം. നമ്മൾ ഈ മീൻ കഷണങ്ങൾ ഇങ്ങനെ വറുത്തെടുത്ത എണ്ണ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ രുചി കിട്ടും. അതിനാൽ ഇതിനകത്ത് കുരുമുളകിൻ്റെയും ഉപ്പിൻ്റെയും എല്ലാത്തിൻ്റെയും അംശങ്ങളുണ്ടല്ലോ. അത് കാരണം ഇതിന് വേണ്ടത് 4 ഏലക്കായാണ്. 4 ഏലക്ക, 5 ഗ്രാമ്പൂ, 3 കറുവാപ്പട്ട, ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് 8 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതൊരു വലിയ കഷ്ണം ഇഞ്ചിയാണ്.
അറ്റം പിളർന്നെന്ന് പറയും, നടുവേ കീറി വിട്ടതാണ്. അത് വിട്ടുപോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിഷ് മോളിക്ക് സാധാരണ മുളക് പൊടി ചേർക്കാറില്ല, അതിനാണ് നമ്മൾ പച്ചമുളക് ഉപയോഗിക്കുന്നത്. ഈ മുളക് നല്ല എരിവുള്ളതാണ്, അതിനാൽ ഞാൻ 5 എണ്ണമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഇതൊരു സബോള, മീഡിയം സൈസ് ഒരു സബോളയാണ് ഇത് ഞാൻ അരിഞ്ഞത്. നമുക്കിതും കൂടെ ഒന്ന് വഴറ്റി ചേർക്കാം. ഒരു 2 ഇതൾ കറിവേപ്പിലയാണ് ഇതിന് ചേർക്കുന്നത്. ഇതൊന്ന് വേഗം സബോളയൊന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ലേശം ഉപ്പ് കൂടി ചേർക്കാം. സബോള ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് സബോള ഇത് വഴന്നു വരുന്ന മാത്രം മതി. ഒരു ബ്രൗൺ കളർ ആകേണ്ട കാര്യമില്ല, കാരണം ഇത് ലേശം കൂടെ മീൻ ചേർക്കുമ്പോൾ കുറേ കൂടെ വേകാനുള്ളതാണ്. അതിനാൽ ഇത് ഏകദേശം ആയിട്ടുണ്ട്, എല്ലാം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി ഇതുമായിട്ട് നമുക്ക് ഒരു പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ഇളക്കുക. പച്ചമണമല്ല ഇപ്പോൾ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇപ്പോൾ തേങ്ങയുടെ 2ാം പാൽ ഒരു വലിയ കപ്പാണ് ഞാൻ ചേർക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളകും കൂടെ, നമ്മൾ കൃഷി എടുത്ത കുരുമുളകും കൂടെ ചേർക്കുക. ഇതിപ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി വെക്കാം. ഇത് വെട്ടിത്തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിടാം. ഇപ്പം നമ്മുടെ 2ാം പാലും എല്ലാം വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിടാം. ഇനി നമുക്കിതൊരു 3 മിനിറ്റ് ഒന്ന് വേകാൻ വയ്ക്കാം. ഇതിലേക്ക് ഒരു തക്കാളി വട്ടത്തിലരിഞ്ഞത് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചധികം കറിവേപ്പില ഇടുക. ഇനി നമുക്കിതൊരു 3 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ 3 മിനിറ്റ്, ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മീൻകറി വെന്തോ എന്ന് നോക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1ാം പാലാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീരാണ് ചേർത്തിരിക്കുന്നത്. വിനാഗിരി ആണെങ്കിലും ചേർക്കാം, പക്ഷേ നാരങ്ങാനീരാണ് ഒന്നുകൂടെ രുചി കിട്ടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നമ്മുടെ മീൻ ഫിഷ് മോളി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. എന്തോ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് തിളക്കേണ്ട കാര്യമില്ല, പാല് പിരിഞ്ഞു പോകും. അതിനെ നമ്മൾക്ക് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു 2 മണിക്കൂറൊക്കെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇതിന് രുചി കിട്ടും. അത് ഏത് മീൻകറി അതെ, കറി വെച്ച് അന്നേരം കൂട്ടുന്നതിൽ നല്ലത് കുറച്ച് നേരം കുറച്ച് മണിക്കൂറുകൾ 2-3 ഇരുന്നാലും കുഴപ്പമില്ല. അന്നേരത്തേക്ക് നല്ലൊരു കൊഴുപ്പ് ഇപ്പം തന്നെ ഉണ്ട്, പക്ഷേ കുറച്ചുകൂടെ ഒന്ന് ചേരുവകളെല്ലാം മീൻ കഷണത്തിലൊക്കെ പിടിച്ച് കുറച്ചുകൂടെ രുചി കിട്ടുന്ന അന്നേരമാണ്. കഴിക്കും. എന്നാൽ ഓക്കെ ആയിക്കോട്ടെ. എന്നാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയാലോ. വരുന്നുണ്ട്, അതെ. അതുപോലെ കറി ഉഗ്രന, അതാ അത്ര നല്ല സ്മെല്ല് വരുന്നത്.
എങ്ങനെയുണ്ട്? ഗംഭീരം. ഉപ്പും എല്ലാം കറക്റ്റാണ്. ഞാൻ പറഞ്ഞ സ്മെല്ല് നമുക്ക് അടിക്കുമ്പോൾ അറിയാം ഇത് കറക്റ്റാണ്. അത് കറി എങ്ങനെയുണ്ടെന്നല്ലേ? കാരണം എല്ലാം പാകത്തിന് നല്ല ഇതായിട്ടുണ്ട്. ഇത് ശരിക്കും ഉണ്ടല്ലോ അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാത്തിനും പറ്റുന്ന, പിന്നെ ബ്രെഡിനും കൊള്ളാം. ബ്രെഡിന് നല്ല കറിയാണ്. അപ്പൊ ഇത് മോദയാണല്ലോ അല്ലേ? അതെ. അപ്പം കരിമീനോ നെയ്മീനോ. അപ്പൊ അത് മീൻ മാറുന്നതിനനുസരിച്ച് ടേസ്റ്റ് മാറും. ആ, നെയ്മീനാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും നല്ലത്. അതിപ്പോൾ കിട്ടാത്ത കാരണമാണ് ഞാനിതിങ്ങനെ വാങ്ങിയത്. അപ്പോൾ നമുക്ക് ഒരു ദിവസം നെയ്മീൻ വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ആയിക്കോട്ടെ. ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും അമ്മച്ചിയുടെ മോദ ഉപയോഗിച്ചുള്ള ഫിഷ് മോൾ നല്ല അടിപൊളി കറിയാണ്, പറയാതെ വയ്യ. കാഞ്ഞിരപ്പള്ളി അമ്മച്ചിയുടെ തനത് രുചി, കൈപുണ്യം അങ്ങനെ കറക്റ്റ് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. എന്ത് ഭാഗ്യം എനിക്കാണുള്ളതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതെ, ഓരോ കറികളുടെയും ടേസ്റ്റ് അറിയാൻ പൂർവ്വപിതാക്കന്മാരെങ്ങാനും ചെയ്ത പുണ്യമാണോ എന്ന് അറിയാൻ പറ്റില്ല. അല്ല, അതും കാണും, അതും ഉണ്ടാകും. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഫിഷ് മോളിയാണ്. മോദ ഉപയോഗിച്ചോ കരിമീൻ ഉപയോഗിച്ചോ ആവിയിൽ ഉപയോഗിച്ച് നിങ്ങൾ എല്ലാവരും വെച്ച് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.